പൊന്മുട്ടയിടുന്ന താറാവാണ് തിരുവനന്തപുരം നഗരസഭ ഇടത് വലത് BJP മുന്നണികൾക്ക്. അത് മനസ്സിലാക്കി കൊടുത്തതിന്റെ ക്രെഡിറ്റ് ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. നഗരവികസനം, നിരത്തുകളിലേക്ക് നഗരസഭയ്ക്ക് ലോകബാങ്ക് സഹായത്തോടെയുള്ള ബസ്സുകൾ, ലുലു, ട്രാവൻകൂർ മാളടക്കം വൻകിട മാളുകളിൽ നിന്ന് ലഭിക്കുന്ന നികുതി, ടെക്നോ പാർക്കിന്റെ 3 ഫേസുകളുടെ നികുതി, എന്തിനേറെ നഗരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും കൂണുപോലെ മുളച്ചു പൊന്നുന്ന ഫ്ളാറ്റുകളുടെ നികുതി. ഇതിനൊപ്പം നഗരത്തിലെ പ്രധാന നിരത്തിനരികെയുള്ള പാർക്കിംഗ് സ്പേസിലേക്ക് വാഹനം പാർക്ക് ചെയ്താൽ ഓടി വന്ന് മണിക്കൂറിന് 10 രൂപ പ്രകാരം ഫീസ് അടിച്ചു തരുന്ന വാർഡന്മാർ നഗരസഭയ്ക്ക് ഉണ്ടായി കൊടുക്കുന്ന ആ നികുതി. അങ്ങനെ പലവിധമാണ് തിരുവനന്തപുരം നഗരസഭയുടെ വരുമാന മാർഗം. ഇവയൊക്കെ കണ്ടുകൊണ്ട് ഒരു മന്ത്രിയായില്ലെങ്കിലും തിരുവനന്തപുരം നഗരത്തിന്റെ മേയറായി അങ്ങ് വിലസി ഇരിക്കാൻ 5 കൊല്ലം സുഖമായി ഇരിക്കാം. അല്ലെങ്കിൽ മേയറായില്ലെങ്കിലോ ഒരു കൗൺസിലറായി 5 കൊല്ലം തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകാം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം നഗരസഭയെ ഒരു ഐക്കൺ തദ്ദേശ സ്ഥാപനമായി കാണുന്നത്. ഇതിനൊപ്പം എന്ത് വിധേനയും എന്ത് വില കൊടുത്തും ഈ നഗരസഭ പിടിക്കുക എന്നത് ഇടത് വലത് BJP മുന്നണികളുടെ അജണ്ടയാണ്. കഴിഞ്ഞ 3 ടേമായി കോൺഗ്രസുകാർ UDF-കാർക്കിടഞ്ഞ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. വഞ്ചി കരക്കെടുക്കുന്നില്ല. BJP 2 ടേമിൽ പരീക്ഷിച്ചു. വഞ്ചി കരക്കെടുത്തില്ലെങ്കിലും ഏതാണ്ടൊക്കെ പ്രതിപക്ഷ സ്ലാബിലേക്ക് വന്നു കയറി. കഴിഞ്ഞ 2 ടൈമും വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ, 2 ടൈം മാത്രമല്ല അതിനു മുമ്പുമൊക്കെ തിരുവനന്തപുരം നഗരസഭ LDF-ന്റെ കുത്തക തന്നെയാണ്. ഇത്തവണയും പ്രതിപക്ഷം BJP ആകുമോ അതോ BJP ഭരണപക്ഷത്തേക്ക് എത്തുമോ? അതാണ് ചോദ്യം. അതിന് ചേർക്കാൻ എന്തായാലും CPM-ന്റെ ലോക്കൽ സെക്രട്ടറിമാർ, ജില്ലാ കമ്മിറ്റി അംഗമടക്കം കരുത്തന്മാരാണ് ഇപ്പോൾ CPM തിരുവനന്തപുരം നഗരത്തിലെ വിവിധ വാർഡുകൾ പിടിച്ചെടുക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. BJP ആകട്ടെ മുൻ DGP ശ്രീലേഖ അടക്കം നിലവിലെ പ്രമുഖ കൗൺസിലർമാരെ അടക്കം രംഗത്തിറക്കിയിട്ടുണ്ട്. ഒപ്പം കുറെ വനിതാ പുതുമുഖ താരങ്ങളെയും രംഗത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ കനത്തൊരു മത്സരത്തിനാണ് BJP വഴിയൊരുക്കിയിരിക്കുന്നത്. ശബരിനാഥനാണ്, മുൻ MLA ശബരിനാഥനാണ് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ നഗരസഭയുടെ മേയർ സ്ഥാനാർത്ഥി. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കവടിയാറിൽ നിന്നുമാണ് പോഷ് മണ്ഡലമായ പോഷ് വാർഡായ കവടിയാറിൽ നിന്നുമാകും ശബരിനാഥ് മത്സരിക്കുക. ഒപ്പം കരുത്തന്മാരായ കുറെ കോൺഗ്രസ് നേതാക്കന്മാരും ഒപ്പം യുവ വനിതാ നേതാക്കന്മാരും ഒക്കെ ഇത്തവണ UDF-ന്റെ സ്ഥാനാർത്ഥികളെ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കാൻ മത്സരം കടുക്കുകയാണ്. കേരളത്തിൽ നമ്പർ 1 മത്സരമാകും ഇവിടെ നടക്കുക. മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമായ കളത്തിലിറക്കി തലസ്ഥാനത്ത് നഗരസഭാ ഭരണം നിലനിർത്താൻ ലക്ഷ്യമിട്ട് ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ LDF നടത്തുന്നത്. CPM പുറത്തിറക്കിയ മുക്കാൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചിത്രം വ്യക്തമായിരിക്കുന്നു. നിലവിലെ മേയർ ആര്യ രാജേന്ദ്രൻ മത്സരിക്കുന്നില്ല. 2026-ൽ സേഫ് ആയ ഒരു മണ്ഡലത്തിൽ നിന്നും MLA മത്സരിച്ച് നിയമസഭയിലേക്ക് പോകാനാണ് ആര്യ രാജേന്ദ്രന്റെ പ്ലാൻ. തലസ്ഥാനത്തെ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പിച്ചത് CPM തങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഏരിയ സെക്രട്ടറിമാരെയും അടക്കം പല പ്രമുഖരെയും കളത്തിലിറക്കിയതോടെയാണ്. കവടിയാർ ഡിവിഷനിൽ KS ശബരിനാഥിനെതിരെ CPM ലോക്കൽ സെക്രട്ടറി സുനിൽ കുമാറാണ് മത്സരിക്കുന്നത്. അതാണ് സുപ്രധാനമായ നീക്കം. നിലവിലെ മേയർ ആര്യ രാജേന്ദ്രനൊപ്പം ഡെപ്യൂട്ടി മേയർ PK രാജുവിനും ഇത്തവണ CPA സീറ്റ് നൽകിയിട്ടില്ല. അതേസമയം ഈ 3 CPM ഏരിയ സെക്രട്ടറിമാർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. CPM ജില്ലാ കമ്മിറ്റി അംഗമായി SP ദീപക് പേട്ടയിൽ മത്സരിക്കും. കുന്നുകുഴിയിൽ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു തന്നെ മത്സരിക്കും. വഞ്ചിയൂർ ബാബു, ചാക്കയിൽ ശ്രീകുമാർ, പുന്നയ്ക്കാമുകളിൽ ശിവജി RP എന്നിവരെല്ലാം CPM-ന്റെ ശ്രദ്ധേയരായ സ്ഥാനാർത്ഥികളാണ്. ഇത്തവണ യുവത്വത്തിനും പരിചയസമ്പന്നതയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയാണ് LDF തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളിൽ 30 വയസ്സിൽ താഴെ 13 പേർ, 40 വയസ്സിൽ താഴെ 12 പേരുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഇന്നത്തെ വികസനത്തിന് പിന്നിൽ LDF തന്നെയാണെന്നും വികസനത്തിന്റെ തുടർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ LDF വരണം, അതുപോലെ തന്നെ നഗരസഭയിലും LDF ഭരണം തന്നെ വരണമെന്നുമാണ് വളരെ വ്യക്തമായി ഇപ്പോൾ ഇടത് നേതാക്കൾ പറയുന്നത്. എന്തായാലും മേയറിനെ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമാകും നമ്മുടെ CPM-ന്റെ LDF-ന്റെ മേയർ സ്ഥാനത്തെ ആരെന്ന് തീരുമാനമെടുക്കുക. 70 സീറ്റുകളിൽ CPM മത്സരിക്കുമ്പോൾ 17 സീറ്റുകളിലാണ് CPM മത്സരിക്കുക. 3 സീറ്റുകൾ വീതം കേരള കോൺഗ്രസ് എമ്മും RJD മത്സരിക്കും. ജനറൽ എസിന് 2 സീറ്റ്, INL-ന് 1, കോൺഗ്രസ് എസിന് 1, NCP-ക്ക് 1, കേരള കോൺഗ്രസ് ബിക്ക് 1, പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിന് 1 സീറ്റ്, JSS-ന് 1 സീറ്റ്. ഇങ്ങനെയാണ് LDF-ലെ ഘടകകക്ഷികളുടെ കക്ഷി നേതൃത്വം. എന്തായാലും തിരുവനന്തപുരം നഗരഭരണം പിടിച്ചെടുക്കാനുള്ള പോരാട്ടം ഏറെ വാശിയേറിയ ഒരു പോരാട്ടമായിരിക്കും. കാരണം വളരെ പ്രമുഖരാണ്. ഏറെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിമാരായും
അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായും മറ്റുമൊക്കെ നിൽക്കുന്ന മുതിർന്ന നേതാക്കളാണ് ഇത്തവണ LDF-ലും UDF-ലും ഒക്കെ നിന്ന് മത്സരിക്കുന്നത്. BJP-യും പുറത്ത് രംഗത്തിറക്കിയിരിക്കുന്നത് മുൻ പ്രമുഖ കൗൺസിലർമടക്കം കഴിഞ്ഞ തവണയും അതിന്റെ മുമ്പത്തെ തവണയും നഗരസഭാ ഭരണത്തിന്റെ പ്രതിപക്ഷ സ്ഥാനം പിടിച്ചെടുക്കിയ അതേ കൗൺസിലർമാരിൽ ഭൂരിഭാഗവും ഇത്തവണയും മത്സരിക്കാനുണ്ടെന്നതാണ് BJP-യുടെ മറ്റൊരു പ്രത്യേകത. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച